സതീഷ് മീഡിയയ്ക്ക് കൊടുത്ത വീഡിയോ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിത്യേന വരുന്ന നാർസിസ്റ്റിക് അബ്യൂസിലുള്ള ക്ലയൻസിന്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അബ്യൂസേഴ്സിന്റെ വീഡിയോ ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള സതീഷുമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആ സ്ത്രീ മരിച്ചിട്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹം മീഡിയയ്ക്ക് ഈ ഒരു ന്യൂസ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എന്തോ ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് അയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലെയിം ഷിഫ്റ്റിംഗ് അതായത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തന്റെ തെറ്റുകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക, ബ്ലെയിം മൊത്തവും മറ്റൊരാൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അയാൾ അതുല്യനെ വിവാഹം കഴിച്ചതിന് ശേഷം അയാളുടെ അമ്മയെ കണ്ടിട്ടില്ല, സഹോദരങ്ങളെ കണ്ടിട്ടില്ല, സുഹൃത്തുക്കളെ കണ്ടിട്ടില്ല. ഇതിനെല്ലാം കാരണം അതുല്യാണ്. അതുല്യക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ 11 വർഷം ആ ബന്ധം മുന്നോട്ട് പോയി. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത്രത്തോളം ഇടപെടുന്ന ഒരു വ്യക്തിനെ ആരും ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷെ അവരുടെ മേൽ ഒരു കുറ്റവുമില്ല. പക്ഷെ എല്ലാം ചെയ്തത് അതുല്യയാണ്. കൂടാതെ അവർ പ്രഗ്നന്റ് ആയിരുന്നു, അവർ അബോർട്ട് ചെയ്തു. വെറുതെ അല്ല, എന്റെ പെർമിഷൻ ഇല്ലാണ്ട് അബോർട്ട് ചെയ്തു. ഒരു സ്ത്രീക്ക് തന്റെ വയറ്റിലുള്ള ഗർഭം ചുമക്കണമോ വേണ്ടയോ എന്ന തീരുമാനം പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിനും അവരുടെ പെർമിഷൻ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതും കൃത്യമായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ വന്നുള്ള ബ്ലെയിം ഷിഫ്റ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മദ്യപിച്ചു, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാനൊരു രോഗിയാണ്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് അവരെ മർദ്ദിച്ചു. അതെല്ലാം വളരെ നോർമൽ ആയിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ദിസ് ഈസ് ബ്ലെയിം ഷിഫ്റ്റിംഗ്. അതായത് ഒരു റെസ്പോൺസിബിലിറ്റിയും സ്വയം ഏറ്റെടുക്കാതെ, ഒന്നിന്റെയും റെസ്പോൺസിബിലിറ്റി തൻ്റെതാണെന്ന് പറയാതെ പങ്കാളിയിലേക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൊണ്ടെത്തിക്കുക, എല്ലാത്തിനും കാരണം അവരാണെന്ന് പറയുക. ക്രമേണ പങ്കാളി പോലും വിശ്വസിക്കാൻ തുടങ്ങും ഞാനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന ഇമോഷണൽ അബ്യൂസിന്റെ ഏറ്റവും വലിയ പ്രശ്നം.